ഇന്നിപ്പോൾ ദോശ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി ആയാലോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 തക്കാളി രണ്ടായിട്ട് കട്ട് ചെയ്തത് ഇതുപോലെ വെച്ച് കൊടുക്കാം. പിന്നെ വേണ്ടതൊരു 5-6 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ. ഇനി 3 മുതൽ 5 മിനിറ്റ് വരെ അടച്ചു വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3 മിനിറ്റോളം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒരു 3 മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതിൻ്റെ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. ഇതിങ്ങനെ തിരിച്ചിട്ടിട്ട് ജസ്റ്റ് വലിച്ചെടുക്കുമ്പോൾ തന്നെ തൊലി അങ്ങോട്ട് ഇളകിപ്പോരും. ഇനി ഒരു ഫോർക്കോ ഒരു സ്പൂണോ ഉപയോഗിച്ച് നല്ലതുപോലെ ഇതൊന്ന് ഉടച്ചെടുക്കാം. തക്കാളിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഉടച്ചെടുത്ത തക്കാളി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ മല്ലിയില, പിന്നെ വേണ്ടത് പച്ചമുളകാണ്. എരിവിനനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി വേണ്ടത് വിനാഗിരിയാണ് ഞാൻ ചേർത്തത്. നാരങ്ങ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ വിനാഗിരിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. കുറച്ച് ലൂസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.